കേരള യൂത്ത് ഗൈഡൻസ് മൂവ്മെന്റിന്റെ 2025 മികച്ച നഗരസഭാ കൗൺസിലർക്കുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരത്തിന് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ CM മുഹമ്മദ് റിയാസ് അർഹനായി. 11,111 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. നവംബർ 10 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ MC ദിലീപ് കുമാർ ജൂറിയായ സമിതിയാണ് അവാർഡ് നിർണയിച്ചത്. 25-നും 45 വയസ്സിനും മധ്യേ 2 ടേം ജനപ്രതിനിധികളായവരെയാണ് അവാർഡിന് പരിഗണിച്ചത്. ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയ മാതൃകാപരവും വികസനോന്മുഖവുമായ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയത്തിനതീതമായ പൊതുജന അംഗീകാരം, അഴിമതിരഹിതമായ പ്രവർത്തനം, പ്ലാൻ ഫണ്ടിന്റെ വിനിയോഗം, സംഘാടക മികവ്, നേതൃത്വ പാഠവും എന്നിവയിലെല്ലാമാണ് റിയാസിനെ അവാർഡിന് അർഹനാക്കിയത്. MSFലൂടെ പൊതുരംഗത്തെത്തിയ അദ്ദേഹം 2010 വളാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറാവുകയും 2020 വീണ്ടും കൗൺസിലറാവുകയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി. ചുരുങ്ങിയ കാലയളവിൽ ഒട്ടേറെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ അദ്ദേഹം നിലവിൽ യൂത്ത് ലീഗ് വളാഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ കാട്ടിപ്പരുത്തി പഞ്ചായത്താണ് പിന്നീട് വളാഞ്ചേരി ഗ്രാമപഞ്ചായത്തായത്. തുടർന്ന് 2015 നഗരസഭയായി. മലപ്പുറം ജില്ലയിൽ ആയുഷ്മാൻ പദ്ധതി പ്രകാരം സ്വന്തം വാർഡിൽ അർബൻ ഹെൽത്ത് സെന്റർ രൂപീകരിക്കുന്നതിൽ മുഖ്യ നേതൃത്വം നൽകി. വാർഡിൽ ഓപ്പൺ ജിം സ്ഥാപിച്ചു. അംഗൻവാടി അത്യാധുനിക രീതിയിൽ നവീകരിച്ചു. കരുത്തുറ്റ കുടുംബശ്രീ സംവിധാനവും മികവുറ്റ ഹരിത കർമ്മസേനയും വാർഡിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. 100 വർഷം പഴക്കമുള്ള വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് നഗരസഭയുടെ പ്രവർത്തന ഫണ്ട് പ്രയോജനപ്പെടുത്തി. കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. നഗരസഭ ഇറിഗേഷൻ ഫണ്ട് ഉപയോഗിച്ച് വാർഡിലെ 2 വലിയ കുളങ്ങൾ നവീകരിച്ചു. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കായി 2 തടയണകൾ സ്ഥാപിക്കാനായി. കൈപ്പറ്റ പരളിപ്പാടം തോടിന്റെ വശങ്ങൾ കെട്ടി 2 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാതയുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. MP, MLA നഗരസഭാ വികസന ഫണ്ട് ഉപയോഗിച്ച് വാർഡിൽ സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം നടപ്പാക്കി. കൂടാതെ നിരവധി റോഡുകൾ ടാറിങ്ങും കോൺക്രീറ്റിംഗും നടത്തി സഞ്ചാരയോഗ്യമാക്കി. നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് 45 ലക്ഷം രൂപ വകയിരുത്തി കാട്ടിപ്പരുത്തി പാലം നിർമ്മാണം നടത്തി. വാർഡിൽ 100 കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന 3 കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കി. കേന്ദ്രത്തിന്റെ അമൃത പദ്ധതി പ്രകാരം കാട്ടിപ്പരുത്തി കുടിവെള്ള പദ്ധതി വിപുലീകരണത്തിന് 85 ലക്ഷം രൂപയുടെ അനുമതി നേടാനായി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സേവ്യ പാലാട്ടി, സെക്രട്ടറി സോണി തോമസ് എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ കൗൺസിലർക്കുള്ള യൂത്ത് ഐക്കൺ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. 2025 മികച്ച നഗരസഭാ കൗൺസിലർക്കുള്ള മലപ്പുറം ജില്ലയിലെ യൂത്ത് ഐക്കൺ പുരസ്കാരത്തിന് വളാഞ്ചേരി നഗരസഭാ കൗൺസിലർ ശ്രീ CM മുഹമ്മദ് റിയാസ് അർഹനായ വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. 11,111 രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് നവംബർ മാസം 10 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുന്നതായിരിക്കും. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.